പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ കോൺഗ്രസിന് വലിയ ജനപിന്തുണ ലഭിക്കാത്ത സംസ്ഥാനമാണ് ബീഹാർ. മുൻപ് അങ്ങനെ ആയിരുന്നില്ല, കോൺഗ്രസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു പക്ഷേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷമുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശേഷം കോൺഗ്രസ് ഏതാണ്ട് നാമാവശേഷമാകുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഇപ്പോൾ ഈ യാത്ര കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിനു കൂടി വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധോഗതി അല്ലെങ്കിൽ അധപ്പതനം ആരംഭിക്കുന്നത് ലാലു യാദവിന്റെ മുന്നേറ്റത്തോടെയാണ്. അതിനു മുമ്പും സോഷ്യലിസ്റ്റ് ചിന്താഗതികളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒക്കെ അവിടെ ഭരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ലാലുവിന്റെ വരവാണ് അവിടെ ബീഹാറിലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. അതായത് കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടുകൾ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് ലാലു യാദവിനും അല്ലെങ്കിൽ അവരുടെ ആ സഖ്യത്തിനും കഴിഞ്ഞു. നേരത്തെ കോൺഗ്രസിൽ വലിയൊരു യാദവ് നേതാവ് ഉണ്ടായിരുന്നു, ശ്രീ രാം ലക്കൻ സിംഗ് യാദവ്. രാം ലക്കൻ സിംഗ് യാദവ് എന്ന് പറയുന്ന ബീഹാറിലെ യാദവരുടെ അനിഷേധ്യ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കാൽ മുകളിലോട്ട് വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദവന്മാരുടെ സമ്മേളനത്തിൽ എല്ലാവരും ഒരു കാൽ മുകളിൽ പൊക്കി വെക്കും. അതുപോലത്തെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ലാലുവിന്റെ വരവ്. ലാലുവിന്റെ വരവോടുകൂടി കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് നഷ്ടം വന്നു. കോൺഗ്രസ് കുറേശ്ശെ പുറകോട്ട് പോയി. കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് ഈ തേജസ്വി യാദവിന്റെ അല്ലെങ്കിൽ RJDയുമായിട്ട് സഖ്യത്തിലായിരുന്നുവെങ്കിലും കോൺഗ്രസിന്റെ സ്കോറിംഗ് റേറ്റ് വളരെ കുറവായിരുന്നു. അവർക്ക് കുറെ സീറ്റ് RJD നൽകിയെങ്കിലും അതിന് തക്ക വിധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതൊരു വസ്തുതയാണ്. ഈ ഒരു റാലി അല്ലെങ്കിൽ ഈ ഒരു യാത്ര തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ശക്തി കൂട്ടാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊന്ന്, ഇപ്രാവശ്യം വളരെ 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 ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. തേജസ്വി യാദവ് 1-2 സ്ഥലങ്ങളിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോലും ചിത്രീകരിച്ചായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, RJD കേഡേഴ്സും RJD കേഡേഴ്സും കോൺഗ്രസിന്റെ കേഡേഴ്സും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരായ വികാരം ബീഹാറിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിന് തെളിവുമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ ഒരു ചിഹ്നമായിട്ട് നമുക്ക് ഈ യാത്രയുടെ വിജയത്തെ കാണാൻ കഴിയും.